നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 7-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് വൃശ്ചിക മാസം 22-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതി പറഞ്ഞാൽ മാർഗ്ഗശീർഷ മാസം 16-ാം തീയതിയാണ്. സൂര്യോദയം രാവിലെ 6:28 അസ്തമയം വൈകുന്നേരം 6 മണിക്കുമാണ്. തിഥി ഷഷ്ഠി തിഥിയാണ്. ഷഷ്ഠി തിഥി ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:05 വരെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഉദയാൽപുരം നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച വൈകുന്നേരം 5:20 അവസാനിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം 4:52 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അവിട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവിട്ട നക്ഷത്രം ശനിയാഴ്ച വൈകുന്നേരം 4:52 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. അവിട്ട നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 5:20 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളാണ് അവിട്ട നക്ഷത്ര ജാതകരെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവിട്ട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കുറിലും പിന്നീടുള്ള 2 പാദങ്ങൾ കുംഭക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയം കൂടി ഞാൻ പറഞ്ഞു തരാം. 5:20 മുതൽ ആരംഭിക്കുന്ന, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് 5:20 ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 5:20 ആരംഭിക്കുന്ന അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളാണ് മകരക്കുറിൽ. അപ്പോൾ ശനിയാഴ്ച പുലർച്ചെ 5:20 വരെയുള്ള സമയം മകരക്കുറിൽപ്പെട്ട അവിട്ട നക്ഷത്ര ജാതകരുടെ സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവിട്ട നക്ഷത്രം കുംഭക്കുറിൽ വരുന്നത് ശനിയാഴ്ച പുലർച്ചെ 5:20 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ 4:52 വരെയുള്ള സമയമായിരിക്കുന്നുള്ളത് മനസ്സിലാക്കുക. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അവിട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ശനിയാഴ്ച ദിവസം അവിട്ട നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക, ഏറ്റവും മെച്ചപ്പെട്ട ഫലങ്ങൾ, നല്ല സന്തോഷമുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ, നക്ഷത്രപ്രകാരം വന്നു ചേരുവാൻ, ഈ അവിട്ട നക്ഷത്രപ്രകാരം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് രോഹിണി, മകയിരം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, തിരുവോണം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ള നാളുകാർ ശനിയാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ ഈ അവിട്ട നക്ഷത്രപ്രകാരം വന്നു ചേരാൻ സാധ്യതയുള്ളത് പുണർദം, പൂയം, മൂലം, ഉത്രാടം, അനിഴം. പുണർദം, പൂയം, മൂലം, ഉത്രാടം, അനിഴം എന്നീ നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട് എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷം ഇങ്ങനെ പറയുന്നതുകൊണ്ട് ശ്രദ്ധിക്കണം. പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒരു നിസ്സാര കാര്യം മതി ഒരു വലിയ വിഷയമായി തീരുവാനുള്ള, അങ്ങനെ ഒരു ചെറിയ പ്രതികൂലമാകട്ടെ അത് വലിയൊരു വിഷയമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. പ്രശ്നങ്ങളൊന്നും അകപ്പെടരുത്. വളരെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കണം. ഏതൊരു കാര്യത്തിലും ചാടിക്കയറി പ്രതികരിക്കാൻ പോകരുത്. ആലോചിച്ച് സമാധാനമായിട്ടൊക്കെ കൈകാര്യം ചെയ്തു പോയാൽ, അങ്ങനെയൊക്കെ പോയാൽ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അത് കുടുംബത്തിലാണെങ്കിലും കുടുംബത്തിന് വെളിയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഒരു ചിന്തയോടുകൂടി വേണം ഏത് കാര്യത്തിലും ഇടപെടാൻ. സംസാരത്തിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ ചാടിക്കയറി വെട്ടിത്തുറന്നൊന്നും എടുത്തിയാടി സംസാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെയാണ് ജ്യോതിഷം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഇനി ശനിയാഴ്ച ദിവസം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച രാവിലെ 7:58 മുതൽ 9:28 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:58 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 1:58 മുതൽ 5:28 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയങ്ങളൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 7 അപ്പോൾ ഡിസംബർ 7-ാം തീയതിയാണ്. അപ്പോൾ ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7 വരുന്നു. അപ്രകാരമുള്ളവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ്. നിറങ്ങളെ സ്വാധീനിച്ച് നിറങ്ങൾ കൊണ്ട് ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ: ശനിയാഴ്ച ദിവസം പച്ച, മഞ്ഞ, വെള്ള, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അത് പേരിൽ
OZ എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അതായത് ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ്. അനുകൂലമായി കാര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ വേണ്ടി നിറങ്ങളെ ആശ്രയിക്കുക. പച്ച, മഞ്ഞ, വെള്ള, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ OZ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ അക്ഷരങ്ങളില്ലെങ്കിൽ പോലും നിറങ്ങളെ സ്വാധീനിച്ചാൽ അവർ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അനുഭവിക്കും എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2025 വർഷം ആരംഭിക്കുവാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ലൈവായിട്ട് വന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം 2024 ഡിസംബർ മാസം 31-ാം തീയതി രാത്രി 11 മണിക്ക് സർവൈശ്വര്യ പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. സർവൈശ്വര്യ പൂജ അത് കാളഹസ്തി പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ മഹാദേവൻ എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണ്. മഹാദേവൻ എന്നോട് പറഞ്ഞു, 2025 വർഷം എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടാകണം. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പൂജ ചെയ്യണം. വരും ഒരു വർഷം, അതായത് മുന്നമേ കാര്യം സാധിക്കാൻ വേണ്ടിയല്ല, 2025 വർഷം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തന്നെയും അത് ഭഗവാൻ അറിയുന്നുണ്ട്. അത് നമുക്ക് ചെയ്തു തരുന്നതിന് വേണ്ടിയാണ്. 2025 ശനി രാശി മാറുന്നുണ്ട്, വ്യാഴൻ രാശി മാറും, രാഹു രാശി മാറും. അപ്പോൾ കുറേ നാളുകാർക്ക് നേട്ടം, കുറേ നാളുകാർക്ക് ദോഷം. എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ഭഗവാനെ മുന്നമേ അറിയുക. ഭഗവാനെ, എനിക്ക് 2025 വർഷം എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളൊന്നും വരരുത്. അപ്പോൾ ആ പൂജയിൽ ചേരുന്നവരുടെ പേര് വിവരങ്ങൾ എഴുതി വെച്ച് അവർക്ക് എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പൂജ ചെയ്യുന്നു. എല്ലാ ദിവസവും പൂജയുടെ സമയത്ത് അവർക്ക് വേണ്ടി പ്രത്യേകം പൂജ ചെയ്യുന്നു. അങ്ങനെ 2025 വർഷം ഈ പൂജയിൽ ചേരുന്നവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാകും. 100% ഞാൻ വാക്ക് തരുന്നു. നിങ്ങൾ ഒരു വിധത്തിലുള്ള ഭാരമോ പ്രയാസമോ അനുഭവിക്കാൻ ഇടവരത്തില്ല. മുന്നമേ ഈശ്വരനെ അറിയുക. നമ്മൾ മഹാദേവനെ മുന്നമേ അറിയുക. അല്ലാതെ മാറിയിട്ട് ശനിയുടെ ദോഷമുണ്ട് അല്ലെങ്കിൽ രാഹുവിൻ്റെ ദോഷമുണ്ട് എന്നൊന്നും പറയാതെ നേരത്തെ തന്നെ നമ്മൾ ഈ വരുന്ന കാര്യങ്ങളെ, വ്യാഴം മാറുന്നു, അതുപോലെ തന്നെ രാഹു മാറുന്നു, കേതു മാറുന്നു, ശനി മാറുന്നു, ഇവരൊക്കെ മാറിക്കോട്ടെ, ഈ ഗ്രഹങ്ങളൊക്കെ മാറിക്കോട്ടെ, ഭഗവാന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക നമ്മളെ തന്നെ. അപ്പോൾ അതിനുവേണ്ടി ഒരു പൂജ, സർവേശ്വര്യ പൂജ 2024 ഡിസംബർ മാസം 31-ാം തീയതി രാത്രി 11 മണി മുതൽ 2025 ജനുവരി മാസം 1-ാം തീയതി 30 മിനിറ്റ് വരെ, അതായത് 12:30 വരെ ഞാൻ പൂജ ചെയ്യും. പൂജ ചെയ്തതിന് ശേഷം പ്രസാദവും നിങ്ങൾ അതിനെ തുടർന്ന് ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും. 1001 രൂപ നിങ്ങൾക്ക് മുടക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പങ്കാളിയാകാം. എല്ലാ ദിവസവും ഈ 2025 വർഷം നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരുന്നൊരു വർഷം. എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്ത് ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ്. അത് നിങ്ങളുടെ പേരും അഡ്രസ്സും എല്ലാം എഴുതി വെച്ച് ഇവിടെ പൂജ ചെയ്ത് പ്രാർത്ഥിക്കും. മഹാദേവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ, മഹാദേവനിൽ വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാകും. പൂർണ്ണമായ വിശ്വാസമുള്ളവർ 2024 ഡിസംബർ 31-നുള്ളിൽ പേരും വീട്ടുപേരും വിലാസവും ഒക്കെ നക്ഷത്രവും ഒക്കെ രേഖപ്പെടുത്തി വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ 1001 രൂപ ഫോൺ പേ ചെയ്യുക. അപ്പോൾ പ്രസാദമൊക്കെ തിരിച്ച് ഞാൻ അയച്ചു തരും. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദമായിട്ട് പറയും.